അപ്പം മലയാള സിനിമ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ചിത്രമായിരുന്നു എമ്പുരാൻ. എമ്പുരാൻ കഴിഞ്ഞ 27 റിലീഫായി. എല്ലാവിധ കളക്ഷൻ റെക്കോർഡുകളും തകർത്ത് മുന്നേറുന്ന എമ്പുരാന് പുറകെ എത്തുന്ന ചിത്രമാണ് നമ്മളെ സ്വന്തം മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ബഫൂക്ക എന്ന് പറയുന്ന ചിത്രം. ഏപ്രിൽ 10-ാം തീയതിയാണ് അത് റിലീഫ് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട പല വിമർശനങ്ങളും പല കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. മമ്മൂട്ടിയെ സംബന്ധിച്ച് മമ്മൂട്ടി ആരാധകരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ഈ വിമർശനങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അവരെ സംബന്ധിച്ച് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരൊത്തിരി നാളുകൊണ്ട് പ്രതീക്ഷിച്ചിരിക്കുന്നതാണ് മമ്മൂട്ടിയുടെ ഒരു 100 കോടി ചിത്രം എന്നുള്ളത്. മലയാളത്തിലെ മിക്കവാറും നടന്മാർക്കെല്ലാം തന്നെ 100 കോടി ക്ലബിൽ അംഗത്വം നേടിയിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ്റെ തന്നെ 3 ചിത്രങ്ങൾ 100 കോടിയിലെത്തി. മോഹൻലാലിൻ്റെ അടുത്ത ചിത്രം 200 കോടിയിലെത്തിയിരിക്കുന്നു. പിന്നെ പൃഥ്വിരാജിൻ്റെ 2-3 ചിത്രങ്ങളുണ്ട്. ഇപ്പം ലൂസിഫർ, പിന്നെ എമ്പുരാനുണ്ട്, ആടുജീവിതമുണ്ട്, ടോവിനോയുടെ ചിത്രമുണ്ട്. അങ്ങനെ ഭഗത് ഫാസിലിൻ്റെ ഉണ്ട്. അങ്ങനെ മലയാളത്തിൽ ഇന്നത്തെ യുവ രക്തങ്ങളുടെ വരെ ചിത്രങ്ങൾ 100 കോടി ക്ലബിലുള്ളപ്പോഴാണ് മമ്മൂട്ടിയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം ഭീഷ്മപർവം എന്ന് പറയുന്ന ചിത്രം മാത്രമാണ്. 87 കോടി 85 കോടി എങ്ങാണ്ടുമാണ് അത് കൂടുതൽ നേടിയിരിക്കുന്നത്. അതിനേക്കാൾ കൂടുതലാണ് എന്നുള്ളത് ഈ മോഹൻലാലിൻ്റെ പടങ്ങൾ തുടർച്ചയായി പരാജയപ്പെടുന്നു എന്ന് പറയുന്നവർക്ക് ഒരു മറുപടി കൂടിയാണത്. കാരണം നേരെ എന്ന ചിത്രം മമ്മൂട്ടിയുടെ ഓൾ ടൈം ഹൈയേക്കാൾ മുകളിലാണ് അതിൻ്റെ കളക്ഷൻ എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പലപ്പോഴും മോഹൻലാലും അതുപോലെ മറ്റു നടന്മാരുടെ ആരാധകരും മമ്മൂട്ടി ആരാധകരെ സ്ഥിരമായിട്ട് കളിയാക്കുന്ന ഒരു പരിപാടിയിലാണ് നിങ്ങളുടെ നായകന് ഒരു 100 കോടി ക്ലബിൽ അംഗമല്ലല്ലോ എന്ന്. മമ്മൂട്ടിയുടെ അഭിനയത്തെയോ അദ്ദേഹത്തിൻ്റെ മേന്മയോ ഒന്നും നമ്മൾ കുറച്ച് കാണുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ 100 കോടി എന്നുള്ള ആ ശൃംഖലയിലേക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന നടനും കൂടെ വരിക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് നമുക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം അദ്ദേഹം അതിന് അർഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പം ബഫൂക്കയെ നോക്കിക്കാണുന്നത് ഞാൻ ആ രീതിയിൽ തന്നെയാണ്. അതിൻ്റെ പല രീതിയിലുള്ള പോസ്റ്ററുകൾ ഇറങ്ങിയെങ്കിലും മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ ആ ലുക്ക് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ആകർഷണത്വമായി തോന്നുന്നത്. അപ്പം പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് മമ്മൂട്ടിയുടെ ഒരു 100 കോടി വരണമെന്ന്. പക്ഷെ പലപ്പോഴും അതിന് കഴിയാറില്ല. അതിന് കാരണമായി ആരാധകർ കണ്ടുപിടിക്കുന്ന ഒരു കാര്യം ഉണ്ട്. മോഹൻലാൽ ചിത്രങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രൊമോഷൻ, അതുപോലെ പരസ്യം, അത് പടം ഇറങ്ങുന്നതിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇപ്പം തന്നെ എമ്പുരാൻ ഇറങ്ങി. അതിൻ്റെ 3-ാം ഭാഗം അസ്ട്രയൽ എന്ന് പറയുന്ന ആ പേര് തന്നെ ഇപ്പം തന്നെ പ്രൊമോഷൻ്റെ ഭാഗമായി പുറത്തു വിട്ടു. മമ്മൂട്ടിയുടെ ചിത്രങ്ങൾക്കെല്ലാം തന്നെ പേര് സാധാരണ പുറത്തു വിടത്തില്ല. മമ്മൂട്ടി ചിത്രം എന്ന് പറഞ്ഞുകൊണ്ട് അത് മുന്നോട്ട് നീങ്ങുന്നു. അത് പരമാവധി അതിന് പ്രൊമോഷൻ കുറയുന്നു. മമ്മൂട്ടിയുടെ ചിത്രങ്ങളെപ്പറ്റി പലപ്പോഴും പറയാറുള്ള പല യൂട്യൂബ് ചാനലുകളുണ്ട്. അവർ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് പേരുകൾ പുറത്തു വിടുന്നില്ല, യാതൊരുവിധ പ്രൊമോഷനും ഇല്ല. ഇപ്പം നമ്മൾ തന്നെ ഇപ്പം എടുത്തു കഴിഞ്ഞാൽ ബഫൂക്ക എന്ന് പറയുന്ന ചിത്രം 10-ാം തീയതി ഇറങ്ങാൻ പോവുകയാണ്. ഇപ്പോഴും അതിൻ്റേതായ യാതൊരുവിധ പ്രൊമോഷനും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് മമ്മൂട്ടി പേജിൽ നിന്നോ മമ്മൂട്ടി കമ്പനിയുടെ പേജിൽ നിന്നോ ചില പോസ്റ്ററുകൾ പുറത്തു വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ യാതൊരുവിധ പ്രൊമോഷനും ഇല്ല. ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ബഫൂക്ക എന്ന ചിത്രത്തിന് ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിത്രം തന്നെയാണ്. സ്റ്റൈലിഷ് ലുക്ക്, മമ്മൂട്ടിയുടെ ലുക്കൊക്കെ വളരെയധികം ജനങ്ങൾക്ക്, പക്ഷെ മമ്മൂട്ടിയുടെ ആരാധകർക്ക് പോലും കൃത്യമായിട്ട് അറിയില്ല ഇത് 10-ാം തീയതി റിലീഫ് ആകുന്നു എന്ന്. പണ്ടത്തേലും കൊണ്ടൊന്നുമല്ല. പണ്ട് നമ്മൾ മതിലിൻ്റെയൊക്കെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചിത്രം റിലീഫ് ആകുന്നതിന് മുമ്പ് തന്നെ അവിടെ പോസ്റ്റൊക്കെ ഒട്ടിച്ച് നമ്മൾ ആ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ തിയേറ്ററിൻ്റെ മുമ്പിൽ പോയി കാണണം. അപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കൂടിയാണ്. സോഷ്യൽ മീഡിയയിൽ കൂടി ഈ പടത്തിൻ്റെ പ്രൊമോഷൻ നടത്തുക, ആരാധകരിലേക്ക് എത്തുക, അത് ജനങ്ങൾ ഏറ്റെടുക്കുക, അങ്ങനെയൊക്കെയാണ് ചിത്രം പ്രൊമോട്ട് ചെയ്യുന്നത്. അത് പലപ്പോഴും ഈ മമ്മൂട്ടി ആരാധകർ തന്നെ പറയുന്നത് മോഹൻലാലിൻ്റെ ചിത്രങ്ങൾ റിലീഫ് ചെയ്യുന്നവരെ കണ്ടുപിടിക്കണം, അതുപോലെ ആൻ്റണി പെരുമ്പാവൂരിനെ കണ്ടുപിടിക്കണം, എമ്പുരാൻ ടീമിനെ കണ്ടുപിടിക്കണം എന്നൊക്കെ സ്ഥിരമായിട്ട് പറയാറുണ്ട്.
എമ്പുരാൻ ടീമുമായിട്ട് ബന്ധപ്പെട്ട മിക്കവാറും ആൾക്കാരെല്ലാം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് TV ചാനലുകളെല്ലാം അഭിമുഖത്തിന് പോവുകയും ഈ പടത്തെപ്പറ്റി കൂടുതൽ പറഞ്ഞ് നമുക്ക് കാണാനുള്ള താല്പര്യം ഉണ്ടാക്കുകയും ചെയ്തു. ബഫൂക്കയെ പറ്റി അതില്ല. ഈ 10-ാം തീയതി ഇറങ്ങുന്നു എന്നുള്ളത് ഈ സിനിമയെ കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാർ, സിനിമയെപ്പറ്റി അറിയാനുള്ള ആൾക്കാരൊക്കെയാണ് കണ്ട് 10-ാം തീയതി ഇറങ്ങുന്നുണ്ട് എന്നറിയുന്നത്. അതിന് ഹൈപ്പ് കൊടുക്കാൻ ഈ നിർമ്മാതാക്കൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് കാണുന്നത്. ഇതിനു മുമ്പ് ഇറങ്ങിയൊരു ചിത്രമുണ്ട്, ഡൊമിനിക് ആൻഡ് ലേഡി പേഴ്സ്. ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മമ്മൂട്ടിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് റിവ്യൂ കിട്ടിയ ചിത്രമായിരുന്നു. അത് മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഇറക്കിയത്. എനിക്ക് തോന്നുന്നു നെഗറ്റീവ് വളരെ കുറവായിരുന്നു. ചുരുക്കം ചില ആൾക്കാർ മാത്രമേ നെഗറ്റീവ് പറഞ്ഞുള്ളൂ. എന്നിട്ടും ആ ചിത്രം 20 കോടിക്ക് അടുത്ത് മാത്രമേ കളക്ട് ചെയ്യാൻ പറ്റിയുള്ളൂ എന്ന് ഓർക്കുമ്പം വളരെയധികം വിഷമമുണ്ട്. ഒരു പോസിറ്റീവായ ചിത്രം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ അത് പറ്റിയില്ല. അതൊരു പരാജയത്തിലേക്ക് കലാശിക്കുന്നത് നമ്മൾ കണ്ടു. അതിൻ്റെ നിർമ്മാതാക്കൾ എന്ന് പറയുന്ന മമ്മൂട്ടി കമ്പനി തന്നെയായിരുന്നു. ആ മമ്മൂട്ടി കമ്പനിക്ക് ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രൊമോഷനും കൊടുക്കാൻ പറ്റിയില്ല. ആ ചിത്രം ജനങ്ങളുടെ പ്രതീക്ഷ കാത്തു എന്നുള്ള ഒരു ചെറിയ പോസ്റ്റ് പോലും കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഇത് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന കുറച്ച് യൂട്യൂബ് ചാനലുകളുണ്ട്. അവരുടെ ചാനലൊക്കെ നോക്കിയാണ് ആ ചിത്രത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പലപ്പോഴും നമ്മൾ ആ ചാനലൊക്കെ കയറി കാണുകയും അവർ പറയുന്നതൊക്കെ കേട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ മമ്മൂട്ടി കമ്പനിയുടെ അല്ലെങ്കിൽ മമ്മൂട്ടി ചിത്രത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുക. അല്ലാതെ യാതൊരുവിധ പ്രൊമോഷനും ഇല്ലാതെ എനിക്ക് തോന്നുന്നു കണ്ണൂസ് കോട എന്ന് പറയുന്ന ഒരു ചിത്രം യാതൊരു പ്രൊമോഷനും ഇല്ലാതെ ഇറക്കി പത്രമാണ്. പക്ഷേ ജനങ്ങൾ പറഞ്ഞ് ആ ചിത്രം വൻ ഹിറ്റിലേക്ക് നീക്കി. അപ്പോൾ എല്ലാം അങ്ങനെയാണ് എന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് വലിയ കാശ് മുടക്ക് ഇല്ലാതെ അത് വലിയ ഹിറ്റിലേക്ക് നീങ്ങി. പിന്നെയും അടുത്ത പടവും അതുപോലെ തന്നെ പിടിച്ചു കഴിഞ്ഞാൽ ആൾക്കാരത് ഏറ്റെടുക്കണമെന്നില്ല. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഡൊമിനിക് ആൻഡ് ലേഡി പേഴ്സ്. അപ്പം മമ്മൂട്ടിയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ വളരെയധികം ആകാംക്ഷയോട് വെച്ച് നോക്കുന്ന ഒരു ചിത്രമാണ് ബഫൂക്ക. ഏപ്രിൽ 10-ന് ഇറങ്ങുമ്പം അവർ പലപ്പോഴും നമ്മളോടൊക്കെ സംസാരിക്കുമ്പോഴും പറയാറുണ്ട്, എന്തോന്നാണ് ഇത്, യാതൊരു പ്രൊമോഷനും കൊടുക്കാൻ പറ്റില്ല. എമ്പുരാനുമായിട്ട് തുലനം ചെയ്താണ് അവർ പലപ്പോഴും ബഫൂക്കയെ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ നിർമ്മാതാക്കൾക്ക് അങ്ങനെ ഒരു ധാരണയില്ല എന്നുള്ളതാണ്. 10-60 കോടി 50 കോടിക്ക് മുകളിലെങ്ങാണ്ടോ അതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് പോലും ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ US സർട്ടിഫിക്കറ്റ് കിട്ടി 10-ാം തീയതി എത്തുന്നു എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ ചില പോസ്റ്ററുകൾ മാത്രമേ കാണുന്നുള്ളൂ. ഒന്നാവുന്നതിൻ്റെ മണി കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ മമ്മൂട്ടിയുടെ ചിത്രം മമ്മൂട്ടി പല റോളുകളും നല്ല റോളുകൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. കാലത്തിനകത്ത് പല മാറ്റങ്ങളും മമ്മൂട്ടിയിൽ ഉണ്ടാകുന്നുണ്ട്. ഈ മോഹൻലാലിൽ നിന്ന് മമ്മൂട്ടികളുടെ പ്രത്യേകത കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മമ്മൂട്ടി വളരെയധികം ശ്രദ്ധാലുവാണ് എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാലത്തിനനുസരിച്ച് മാറുന്നു, പുതിയ സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കുന്നു എന്നൊക്കെ പലരും പറയുന്നു. പക്ഷേ നല്ല നിർമ്മാണ കമ്പനിക്ക് മമ്മൂട്ടി ഡേറ്റ് കൊടുക്കുന്നില്ല എന്നുള്ളതും വേറെ സത്യമാണ്. ചിത്രങ്ങൾ എടുത്തു, അദ്ദേഹത്തിൻ്റെ തിരക്കഥ മോശമാണെങ്കിൽ അദ്ദേഹം കൊടുക്കുന്ന നിർമ്മാണ കമ്പനികൾ അത് പുഷപ്പ് ചെയ്ത് അവർ ഒരു ആവറേജ് തലത്തിൽ കൊണ്ടിട്ടും ഒരു ചിത്രം പരാജയപ്പെട്ടാലും നിർമ്മാതാക്കൾക്ക് മുതൽക്ക് മുതൽ തിരിച്ചു പിടിക്കാൻ മോഹൻലാൽ ചിത്രങ്ങൾക്ക് കഴിയും. അതാണ് ഏറ്റവും വലിയ രസം. മമ്മൂട്ടി ചിത്രങ്ങളിൽ എന്ന് പറയുന്നത് പോസിറ്റീവ് കിട്ടിയാലും അതങ്ങോട്ട് തിയേറ്ററിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കിക്കൊണ്ടുപോകാൻ ഈ നിർമ്മാതാക്കൾക്ക് കഴിയുന്നില്ല. അത് പലപ്പോഴും പരാജയപ്പെടുന്നു എന്നുള്ളതാണ് കാണുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം എടുത്തു നോക്കിയാലും ഇപ്പം മോഹൻലാലിൻ്റെ ചിത്രങ്ങളിൽ കുറച്ച് നാളായിട്ട് പരാജയപ്പെടുന്നു എന്ന് പറയും. ഈ അവസ്ഥ മമ്മൂട്ടിയാണ് നേരിട്ടിരുന്നെങ്കിൽ വളരെ പരിതാപകരമായിരുന്നേ. മോഹൻലാൽ ഒരു ചെറിയൊരു പടം മതി, ഒറ്റ പടം മതി. ആ അവസ്ഥയാണ്. ഇത്രയും പരാജയപ്പെട്ടു എന്ന് മറ്റുള്ള ആരാധകർ പറയുമ്പം മോഹൻലാലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ? മലയാള സിനിമയുടെ ഹൈയിൽ ചെന്ന് നിൽക്കുന്നു. അതാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ. പക്ഷെ മമ്മൂട്ടിയുടെ ചിത്രങ്ങൾക്ക് വേണ്ടത്ര ഹൈപ്പ് കൊടുക്കാനോ അത് വിതരണത്തിനെടുക്കുന്നവർക്കോ അല്ലെങ്കിൽ നിർമ്മാതാക്കൾക്കോ യാതൊരുവിധ താല്പര്യമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹത്തിൻ്റെ ഡൊമിനിക് ആൻഡ് ലേഡി പേഴ്സ് എന്ന് പറയുന്ന ചിത്രം OTT അവകാശം പോലും വിറ്റുപോയിട്ടില്ല. നാൾ കുറച്ചായി.
അപ്പം അതിന് ന്യായീകരണമായി പല ആൾക്കാരും പറഞ്ഞു കേട്ടു തുടരുവിൻ്റെ OTT വിട്ടില്ല. തുടരും സിനിമ ഇറങ്ങിയിട്ട് പോലും ഇല്ല. അതുപോലെ എമ്പുരാൻ്റെ OTT വിൽക്കാഞ്ഞതിൻ്റെ ഒന്നാമത്തെ കാരണം തുക തമ്മിലുള്ള വ്യത്യാസമാണ്. അത് ഈ 20-30 കോടി രൂപയുടെ കണക്കല്ല അത് പറയുന്നത്. 50 കോടി തൊട്ട് 70 കോടി 90 കോടി വേണം എന്ന് ലൈക്ക് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് അതിൻ്റെ OTT അവകാശം വിൽക്കാതിരുന്നത് എന്നുള്ളതും ഈ അവസരത്തിൽ പറയാതെ വയ്യ. ഇത് ബഫൂക്ക ഞാൻ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു മമ്മൂട്ടി ചിത്രമാണ്. ഒരു ഗെയിം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചിത്രമായിട്ടാണ് പറയുന്നത്. നമ്മളെ കല്ലൂർ ഡെന്നിസ് എന്ന് പറയുന്ന പ്രസിദ്ധനായ, ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ തിരക്കഥയുള്ളായിരുന്നു. അദ്ദേഹമായിരുന്നു മലയാള സിനിമയുടെ കുഞ്ഞു കുഞ്ഞു ചിത്രങ്ങൾ, ചെറിയ ചെറിയ മിമിക്രി പോലെയുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കി അതിലൂടെ മലയാള സിനിമയെ ഒരു സമയത്ത് പൊക്കിക്കൊണ്ട് വന്നൊരു തിരക്കഥാകൃത്ത്. അദ്ദേഹത്തിൻ്റെ തിരക്കഥകളായിരുന്നു കൂടുതൽ. അദ്ദേഹത്തിൻ്റെ മകൻ ഡിനോ ഡെന്നിസാണ് ഇത് സംവിധാനം ചെയ്യുന്നത്. ഏതായാലും മികച്ച ഒരു അനുഭവമായി മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഒത്തിരി വെല്ലുവിളികളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. അതും അടുത്തൊരു വീഡിയോ ചെയ്യാം. കാരണം ബഫൂക്കയുമായിട്ട് ബന്ധപ്പെട്ട് ഏപ്രിൽ 10 ഇറങ്ങുമ്പോൾ ഒന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്ന എമ്പുരാൻ്റെ ഏറ്റവും വലിയൊരു വിജയം. മോഹൻലാൽ എന്ന് പറയുന്ന നടനോടൊപ്പം തന്നെ നിൽക്കുന്നു എന്ന് മമ്മൂട്ടി ആരാധകർ അവകാശപ്പെടുന്ന മമ്മൂട്ടിയുടെ ചിത്രം ഇറങ്ങുമ്പോൾ എമ്പുരാൻ വിജയമല്ല, അതിൻ്റെ പകുതിയെങ്കിലും ഒരു വിജയം നേടാൻ ഈ ചിത്രത്തിന് കഴിയണം എന്ന് തന്നെയാണ് ആരാധകർ വിചാരിക്കുന്നത്. ആ പ്രതീക്ഷയ്ക്ക് ഉയരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും ഞാൻ എത്താം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ എത്താം. ഓക്കെ.